നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഗ്രഹമാവുകയും അപമാനമാവുകയും ചെയ്യുന്ന വാക്കുകളുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഒന്നുപോലും ആരെയും ഉണർത്തുന്നില്ല എങ്കിൽ, പ്രയോഗിക്കുന്ന ശൈലികളൊന്നും ആർക്കും ഒരു പ്രേരണയും നൽകുന്നില്ല എങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. മലയാള സിനിമയിൽ നിന്നും അന്യഭാഷാ ചിത്രങ്ങളായ തമിഴിലും തെലുങ്കിലും കന്നഡയിലുമൊക്കെ കടന്നു ചെന്ന് സാന്നിധ്യമുറപ്പിച്ച ദുൽഖറിന്റെയും ഫഹദിന്റെയും ഒക്കെ കടന്നുവരവും അവരെ സംബന്ധിക്കുന്ന മറ്റ് ചില വിഷയങ്ങളുമാകട്ടെ ഈ എപ്പിസോഡ്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ എന്റെ ചാനൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുന്ന വിവരം വളരെ സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിച്ചുകൊള്ളട്ടെ. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എന്റെ ചാനലിനെ വളർച്ചയുടെ പടവുകൾ കയറാൻ വഴിയൊരുക്കിയ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകരോടും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തട്ടെ. കൂടാതെ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഹൈപ്പ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. മനുഷ്യ സ്നേഹത്തിന് മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ഞാൻ പലപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ മതമോ ജാതിയോ നിറമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയല്ല ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. സിനിമാ രംഗത്ത് നന്മകൾ ചെയ്യുന്നവരെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ തിന്മകൾ ചെയ്യുന്നവരുടെ കാര്യവും ചിലപ്പോഴൊക്കെ ഞാൻ എന്റെ വീഡിയോയിലൂടെ പറയാറുണ്ട്. ഞാനിപ്പോൾ 214 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു എപ്പിസോഡിൽ മാത്രമാണ് ഒരു പരാതി ഉയർന്നു വന്നത്. അതായത് ബേബി ശാലിനിയെ കുറിച്ച് ചെയ്ത എപ്പിസോഡിൽ കുഞ്ചാക്കോ ബോബന്റെ പിതാവായ ബോബച്ചൻ എന്നോട് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് ശാലിനിയുടെ പിതാവ് രംഗത്ത് വന്നിരുന്നു. ഞാൻ കണ്ട കാര്യമല്ല, ബോബച്ചൻ എന്നോട് പറഞ്ഞ കാര്യം ബോബച്ചൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. മാത്രമല്ല, അന്ന് ഈ സംഭവം സിനിമാ പ്രസിദ്ധീകരണങ്ങളിൽ അച്ചടിച്ച് വന്നിട്ടുള്ളതുമാണ്. അത് വായിച്ചിട്ടുള്ള ധാരാളം ആൾക്കാർ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാനത് ഒരിക്കലും അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ പറഞ്ഞതല്ല. ഉയർച്ചയിലെത്താൻ അദ്ദേഹം സഹിച്ച ത്യാഗങ്ങളെക്കുറിച്ചും പിന്നിട്ട വഴികളെക്കുറിച്ചും പറഞ്ഞു പോയപ്പോൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രേക്ഷകരോട് ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. മനുഷ്യ സഹജമായ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തുവാനും ഞാൻ ബാധ്യസ്ഥനാണ്. സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ വ്യൂവേഴ്സിനെ കൂട്ടാനോ കള്ളം പറയേണ്ട ആവശ്യം എനിക്കില്ല. കാരണം സത്യം പേറുന്ന, കേട്ടാൽ ഞെട്ടുന്ന മാന്യന്മാരുടെ പല കഥകളും തെളിവ് സഹിതം പറയാൻ എനിക്കറിയാം. പിന്നെ എന്തിന് ഞാൻ ഇല്ലാ കഥകൾ മെനയണം? സിനിമയിൽ വന്ന് വലിയ പ്രശസ്തിയും പണവും ഒക്കെ നേടിക്കഴിഞ്ഞാൽ ചിലർ വന്ന വഴിയങ്ങ് മറക്കും. അവർ പിന്നിട്ട വഴികളെ കുറിച്ചൊന്ന് പറഞ്ഞു പോയാൽ നമ്മൾ അവരുടെ ആജന്മ ശത്രുക്കളായി മാറും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വന്ന വഴി ഒരിക്കലും മറക്കാത്ത ഒരു മഹാപ്രതിഭയായിരുന്നു കലാഭവൻ മണി. കലാഭവൻ മണി മലയാള സിനിമയിലെ ഒരു വിപ്ലവമായിരുന്നു. ഒരു നടനായി മാത്രമല്ല, ഒരു നല്ല മനുഷ്യനായും ജീവിച്ച് ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി. കുട്ടിക്കാലത്ത് ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയ അനുഭവത്തെ അദ്ദേഹം സഹതാപമാക്കാൻ തുനിഞ്ഞില്ല. പകരം പ്രതികൂല സാഹചര്യത്തിനെതിരെ പൊരുതുവാനുള്ള ഊർജമാക്കി അദ്ദേഹം അതിനെ മാറ്റി. നാടിനെയും നാട്ടുകാരെയും സ്നേഹിച്ചും പലരെയും സഹായിച്ചും സംരക്ഷിച്ചും ജനഹൃദയങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു. ചോക്ലേറ്റ് നായകന്മാർ സ്വന്തമാക്കി വെച്ചിരുന്ന നായക സങ്കല്പത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു ദളിത് യുവാവ് അരങ്ങ് തകർത്ത് കാണികളിൽ വിസ്മയം ജനിപ്പിച്ചു. ഒരൊറ്റ ചിത്രം മാത്രം മതി കലാഭവൻ മണി എന്ന കലാകാരനെ അടയാളപ്പെടുത്താൻ. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ അന്ധനായ നായകൻ. മലയാള സിനിമയിൽ മാത്രമല്ല, തന്റെ അസാമാന്യ പ്രതിഭ കൊണ്ട് കഴിവ് തെളിയിച്ച് പേരെടുത്തിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ എല്ലാ ഭാഷകളിലേക്കും മണിയുടെ നടന വൈഭവം കടന്നു ചെന്നിരുന്നു. മണി ഒറ്റയ്ക്ക് ജീവിതത്തോട് പടവെട്ടി പൊരുതി നേടിയതാണ് അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളും ജീവിത വിജയവും. എന്നാൽ ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, പ്രണവ് മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരൊക്കെ പിറന്നു വീണത് തന്നെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ടാണ്, ആഡംബര ജീവിതത്തിന്റെ മടിത്തട്ടിൽ. ഇവർക്കൊക്കെ സിനിമയിലേക്കുള്ള കടന്നുവരവ് വലിയ ഒരു കടമ്പയൊന്നുമായിരുന്നില്ല. ഇവരുടെയൊക്കെ കടന്നുവരവിന് പിന്നിൽ സിനിമാ പാരമ്പര്യവും പണവും സ്വാധീനവും ഫാൻസും കൂടാതെ പ്രോത്സാഹനത്തിനായി അനവധി ആൾക്കാരും. ഇവരാരും തന്നെ സമൂഹത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവരെ കുറിച്ച് വലിയ ധാരണയുള്ളവരൊന്നുമല്ല. അതുകൊണ്ട് സമൂഹത്തിന് വേണ്ടി വലിയ നന്മകളൊന്നും ചെയ്യുമെന്നും തോന്നുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, അവർ ജനിച്ചതും വളർന്നതുമായ സാഹചര്യവും ചുറ്റുപാടുമൊക്കെ അവരെ അത്തരത്തിലാകാം സ്വാധീനിച്ചിട്ടുള്ളത്. കലാഭവൻ മണി എപ്പോഴും തന്റെ ജന്മനാടിനോടും അവിടുത്തെ നാട്ടുകാരോടൊപ്പവും ചേർന്ന് നിന്നു. ചാലക്കുടിപ്പുഴ സംരക്ഷിക്കുവാനുള്ള പ്രതിഷേധത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. താൻ പഠിച്ച സ്കൂൾ ഉദ്ധരിക്കുവാൻ വേണ്ടിയുള്ള ഫണ്ട് സംഭാവനയായി നൽകി. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തിന്റെ ഒരു ഭാഗം പാവങ്ങളുടെ രക്ഷയ്ക്കായി ചിലവഴിച്ചു. വിശപ്പിന്റെ വിലയറിഞ്ഞവനാണ് കലാഭവൻ മണി. അതേക്കുറിച്ച്
കുറിച്ച് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പാടിയിട്ടുമുണ്ട്. ഉമ്പായി കൊച്ചാണ്ടി പാണം കത്തണമ്മ, വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണമ്മ, വയറ് കത്തിയാല് എന്റെ കൊടല് കത്തണമ്മ എന്ന് തുടങ്ങുന്ന ആ ഗാനം വിശപ്പറിഞ്ഞവന്റെ വേദനയിൽ നിന്ന് വന്ന ചുടു കണ്ണുനീരാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നപ്പോൾ ഉതിർന്നു വീണത്. ഈയിടെ ദുൽഖർ പറയുകയുണ്ടായി, ലയൺ കിങ് എന്ന കുട്ടികളുടെ അനിമേഷൻ സിനിമയിലെ മുഫാസ മരിക്കുന്നത് കണ്ട് താൻ കരഞ്ഞുപോയി എന്ന്. ഇവിടെ ദുൽഖർ അനിമേഷൻ സിനിമ കണ്ട് കരഞ്ഞപ്പോൾ വിശപ്പിൽ പ്രാണന്റെ പിടയിൽ അനുഭവിച്ചറിഞ്ഞ കലാഭവൻ മണിയുടെ കരച്ചിലാണ് നാം കണ്ടത്. ഇവിടെ രണ്ടുപേരെയും കുറ്റപ്പെടുത്താനാകില്ല, കാരണം രണ്ടുപേരും വന്ന സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ദുൽഖറിനെ സംബന്ധിച്ച് അദ്ദേഹം പട്ടിണിയും വിശപ്പുമൊന്നും അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അത്തരം അനുഭവങ്ങൾ അദ്ദേഹം കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ സിനിമകളിലൂടെ മാത്രമായിരിക്കാം. ദുൽഖർ ഇന്ന് തമിഴിലും തെലുങ്കിലുമൊക്കെ വലിയ മാർക്കറ്റുള്ള ഒരു നടനാണ്. തെലുങ്ക് സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച രണ്ട് മലയാള സിനിമാ നടന്മാരാണ് ദുൽഖറും ഫഹദ് ഫാസിലും. ഫഹദ് സഹനടനായും വില്ലനായും ഒക്കെ സൂപ്പർ നായകന്മാരോടൊപ്പം അഭിനയിക്കുമ്പോൾ ദുൽഖർ ആകട്ടെ വലിയ സംവിധായകരുടെയും വലിയ നിർമ്മാണ കമ്പനികളുടെയും ഒക്കെ ചിത്രത്തിൽ നായകനായി. ദുൽഖറിന് സോളോ മാർക്കറ്റാണ് അവിടെ ഉള്ളത്. തെലുങ്ക് പ്രേക്ഷകരെ കുറിച്ച് വലിയ മതിപ്പാണ് ദുൽഖറിനുള്ളത്. ദുൽഖർ പറയുന്നു, മലയാളത്തിൽ കുറച്ച് ബ്രേക്ക് എടുത്താൽ ഫീൽഡ് ഔട്ടായി എന്ന് പറയും. തെലുങ്കിലാവട്ടെ അവർ കാത്തിരുന്ന് പ്രോത്സാഹിപ്പിക്കും. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ദുൽഖറിന്റെ കാന്ത എന്ന ചിത്രത്തിൽ അസാധ്യ അഭിനയമാണ് ദുൽഖർ കാഴ്ചവെച്ചിരിക്കുന്നത്. പടം ബോക്സ് ഓഫീസിൽ പരാജയമാണെങ്കിലും ദുൽഖറിന്റെ അഭിനയത്തിന്റെ കാര്യത്തിൽ വളരെ മികച്ച അഭിപ്രായമാണ് നേടിയത്. ഭൂട്ടാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത കാറിനെ കുറിച്ചുള്ള കോലാഹലങ്ങൾക്ക് അല്പം ശമനം വന്നപ്പോൾ അടുത്ത തലവേദന അതാ വരുന്നു, ബിരിയാണി പ്രശ്നം. ബിരിയാണി കഴിച്ച് ഭക്ഷ്യ വിഷബാധയേറ്റവർ പരാതിയുമായി കൺസ്യൂമർ കോടതിയിലേക്ക്. ഈ ബിരിയാണിയുമായി ദുൽഖറിന് എന്താണ് ബന്ധമെന്ന് നമുക്ക് തോന്നാം. റോസ് ബിരിയാണി അരിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ദുൽഖർ സൽമാൻ. അദ്ദേഹത്തിന്റെ പരസ്യം കണ്ട് അരി വാങ്ങിച്ചവരാണ് പരാതിക്കാർ. ബിരിയാണി എന്ന് പറയുന്നത് അരി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കഞ്ഞിവെപ്പല്ല, അതിൽ മാംസം ഉൾപ്പെടെ നിരവധി ചേരുവകകൾ ചേരുന്നതാണ്. ബിരിയാണി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇറച്ചിയിൽ നിന്ന് ആകാനാണ് കൂടുതൽ സാധ്യത. ഏതായാലും ഇതിന്റെ പേരുദോഷവും ബുദ്ധിമുട്ടുമൊക്കെ വന്നു ചേർന്നത് ദുൽഖറിനും. പത്തനംതിട്ട കൺസ്യൂമർ കോടതിയിൽ ദുൽഖർ നേരിട്ട് ഹാജരാകണമെന്നാണ് ഉത്തരവ്. സ്വർണത്തിൽ മായം ചേർത്താൽ സ്വർണ്ണ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട മോഹൻലാൽ എങ്ങനെ ഉത്തരവാദിയാകും? ഇവിടെ വലിയ നടന്മാരും നടിമാരും ഒക്കെ ഭക്ഷണ സാധനങ്ങളുടെ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. നിങ്ങൾക്കെല്ലാമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണിത്. ഈയിടെയായി ദുൽഖർ ചുമ്മാതിരുന്നാലും വഴിയെ പോകുന്ന ചില വയ്യാവേലിയൊക്കെ വന്ന് തലയിൽ കയറുന്നതായി കാണുന്നുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ചില ഭാഗ്യങ്ങളും ദുൽഖറിനെ തുണയ്ക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. മുടക്ക് മുതൽ പോലും നഷ്ടപ്പെടുമെന്ന് കരുതിയ ചിത്രമാണ് ദുൽഖറിന്റെ ലോക. എന്നാൽ ആ ചിത്രം ദുൽഖറിന് 100 കണക്കിന് കോടി രൂപകളാണ് ലാഭമുണ്ടാക്കി കൊടുത്തത്. അതിലെ ലാഭവിഹിതം എല്ലാ അണിയറ പ്രവർത്തകർക്കും വീതിച്ച് നൽകുമെന്ന് ദുൽഖർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഫഹദിനാണെങ്കിൽ മലയാളത്തിന്റെ 5 ഇരട്ടി പ്രതിഫലമാണ് തെലുങ്കിൽ നിന്ന് ലഭിക്കുന്നത്. എന്നിട്ടും പല ചിത്രങ്ങൾക്കും ഡേറ്റ് കൊടുക്കാനില്ലെന്നും പറയുന്നത് കേൾക്കുന്നു. ഇവർ രണ്ടുപേരും ഇപ്പോൾ 10 ഹോഴ്സ് പവർ ഉള്ള മോട്ടോർ വെച്ച് വീട്ടിലേക്ക് പണം പമ്പ് ചെയ്യുകയാണെന്നാണ് ചിലരൊക്കെ തമാശ രൂപേണ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയിൽ പുതുതലമുറയിലെ ഏക പാൻ ഇന്ത്യൻ താരം ദുൽഖർ തന്നെയാണ്. ഓരോ സിനിമയിലും വ്യത്യസ്തത നിറഞ്ഞ അഭിനയ ഭാവമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. അതെല്ലാം തന്നെ പ്രേക്ഷക പിന്തുണ ഏറ്റുവാങ്ങാനും വഴിവെക്കുന്നുണ്ട്. മുഫാസയുടെ മരണം കണ്ട് കരഞ്ഞ ദുൽഖർ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരുടെ ദുഃഖം നേരിട്ട് കണ്ടറിഞ്ഞ് അവരെ കൂടി ചേർത്ത് നിർത്തി സഹായിച്ചാൽ നന്നായിരുന്നു. ദുൽഖറും ഫഹദുമൊക്കെ സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ ചേർത്ത് നിർത്തി അവരെ സഹായിച്ച് പുതുതലമുറയ്ക്ക് മാതൃകയാകേണ്ടതാണ്. നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമയവും സാന്നിധ്യവും ഒക്കെയാണ് സ്നേഹത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. ദയയും ജീവകാരുണ്യവും സാമൂഹ്യ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന കരുത്തുറ്റ കണ്ണികളാണ്. ദയ എന്ന വികാരമില്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ നമുക്ക് സ്ഥാനമില്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം.